നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുടർക്കഥയാവുന്ന കപ്പലപകടത്തിൽ തീരദേശവും മത്സ്യത്തൊഴിലാളികളും ആശങ്കയിൽ. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ഊർജിതമാക്കി തിരൂർ നഗരസഭ. വിവാഹമോതിരം കുരുക്കായി മുറിച്ചു നീക്കി അഗ്നിരക്ഷാസേന. കൊളപ്പുറം സ്പിരിറ്റ് വേട്ട, ഒരാൾ കൂടി പിടിയിൽ. തിരൂർ ഗൾഫ് മാർക്കറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ആദ്യഘട്ട നറുക്കെടുപ്പ് സംഘടിപ്പിച്ചു. തിരൂർ താലൂക്ക് ചരിത്ര പൊതുസഭാ സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തുടർക്കഥയാകുന്ന കപ്പലപകടത്തിൽ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളും മീൻ വാങ്ങുന്നവരും ആശങ്കയിൽ. ബേപ്പൂരിനടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കപ്പൽ പൊട്ടിത്തെറിയിൽ മാരക വിഷമുള്ള കീടനാശിനികൾ കടലിൽ കലർന്നത് ആശങ്കയുണർത്തി. ചരക്ക് കപ്പലിൽ തീയും പൊട്ടിത്തെറിയും നടന്നതോടെ തീരദേശം വീണ്ടും നടുക്കത്തിൽ. 2 ആഴ്ച മുൻപാണ് ചരക്ക് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകളിൽ നിന്ന് രാസപദാർത്ഥങ്ങൾ കടലിൽ വ്യാപിച്ചത് മേഖലയിൽ ആശങ്ക പടർത്തിയിരുന്നു. നിലവിൽ ബേപ്പൂരിനടുത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കപ്പൽ പൊട്ടിത്തെറിയിൽ മാരകവിഷമുള്ള കീടനാശിനികൾ കടലിൽ കലർന്നതാണ് കാരണം. കപ്പലിലുള്ള കീടനാശിനികൾ മിക്കതും ഓർഗനൈസിംഗ് കെമിക്കലുകളാണെന്ന് തിരൂരങ്ങാടി PSMO കോളേജ് റിട്ടയർഡ് രസതന്ത്ര വിഭാഗം മേധാവി ഡോക്ടർ CP മുഹമ്മദ് കുട്ടി പറഞ്ഞു. ഇവ കടലിലെ പരിസ്ഥിതി വ്യൂഹത്തെ ബാധിക്കുമെന്നും കീടനാശിനികൾ വിഘടിക്കാതെ ഏറെക്കാലം കടൽ വെള്ളത്തിൽ കെട്ടിക്കിടക്കുകയും രാസപദാർത്ഥങ്ങളടങ്ങിയ മത്സ്യം കഴിച്ചാൽ മനുഷ്യ ശരീരത്തിൽ പ്രത്യാഘാതം രൂക്ഷമാകുമെന്നും കീടനാശിനികൾ വിഘടിക്കാൻ കാലതാമസമെടുക്കും, ഇത് മനുഷ്യ ശരീരത്തിലെ രക്തം, തലച്ചോറ് എന്നിവയെയും ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വെട്ടന്യൂസ് താനൂർ. തിരൂർ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾ ഊർജിതമാക്കിയതായി തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന പറഞ്ഞു. നഗരസഭാ ശുചീകരണ തൊഴിലാളികളും തൊഴിലുറപ്പ് തൊഴിലാളികളും അടക്കം പ്രവൃത്തിയിൽ പങ്കാളികളായി. കാലവർഷം കനത്തതോടെ ശുചീകരണ പ്രവർത്തനങ്ങളും ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഊർജിതമാക്കി തിരൂർ നഗരസഭ. മണ്ണും ചെളിയും നിറഞ്ഞ് അടിഞ്ഞുകിടന്ന ഓടകളും ഡ്രൈനേജുകളും പ്രവൃത്തിയുടെ ഭാഗമായി ശുചീകരിച്ചു. ഒറ്റപ്പെട്ട ഡെങ്കിപ്പനി റിപ്പോർട്ടുകൾ വന്നെങ്കിലും നിയന്ത്രണ വിധേയമായതായി തിരൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജ്ന പറഞ്ഞു. മുഴുവൻ വാർഡുകളിലും ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പുകളും സംഘടിപ്പിച്ചു വരുന്നുണ്ട്. വെട്ടന്യൂസ് തിരൂർ. കാലിലണിഞ്ഞ വിവാഹമോതിരം കുരുക്കായി തമിഴ് ദമ്പതികൾക്ക് രക്ഷകരായി തിരൂർ അഗ്നിരക്ഷാസേന. 18 വർഷം മുമ്പ് വിവാഹ ചടങ്ങോടനുബന്ധിച്ച് തമിഴ്നാട് സ്വദേശി സെൽവി കാലിലണിഞ്ഞ മോതിരമാണ് ദുരിതമായത്. തമിഴ്നാട് സ്വദേശി സെൽവി കാലിലണിഞ്ഞ മോതിരമാണ് ദുരിതമായത്. ഒരാഴ്ചയായി വേദനയെ തുടർന്ന് അഴിച്ചുമാറ്റാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു. ദമ്പതികൾ ആശുപത്രിയിൽ പോയെങ്കിലും അഴിച്ചുമാറ്റാൻ കഴിഞ്ഞില്ല. നീരുവന്ന കാൽപാദം വീർത്തു വരികയും വിരൽ ദ്രവിച്ച അവസ്ഥയിലുമായിരുന്നു. തുടർന്ന് ഇവർ തിരൂർ ഫയർ സ്റ്റേഷനിൽ എത്തുകയായിരുന്നു.
സീനിയർ ഫയർ ഓഫീസർ ഗിരീശൻ കട്ടറിന്റെ സഹായത്തോടു കൂടി കാലിലെ മോതിരം മുറിച്ചു നീക്കി. 10 വർഷമായി തിരൂർ മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം ചെയ്തു വരുന്ന കുടുംബമാണ് ഇവരുടേത്. വെട്ടന്യൂസ് തിരൂർ. കൊളപ്പുറത്ത് സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. തമിഴ്നാട് പൊള്ളാച്ചി കണ്ണപ്പൻ നഗർ സ്വദേശി ഗ്യാസ് ഖാദർ എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദറിനെയാണ് താനൂർ ഡിവൈഎസ്പി പ്രമോദും സംഘവും അറസ്റ്റ് ചെയ്തത്. ജനുവരി 22-നായിരുന്നു നിയമാനുസൃത രേഖകളോ അനുമതിയോ ഇല്ലാതെ 35 ലിറ്റർ വീതമുള്ള 626 കന്നാസുകളിലായി 20,032 ലിറ്റർ സ്പിരിറ്റ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിനിടെ തിരൂരങ്ങാടി കൊളപ്പുറത്ത് പോലീസ് പിടികൂടിയത്. സ്പിരിറ്റ് പിടികൂടിയതിനൊപ്പം ലോറി ഡ്രൈവർ കോയമ്പത്തൂർ സ്വദേശി അമ്പഴകൻ, ഒപ്പമുണ്ടായിരുന്ന പ്രധാന സൂത്രധാരകൻ ഫക്കീർ മൊയ്തീൻ എന്നിവരെ പിടികൂടിയിരുന്നു. തുടർന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിക്കുകയായിരുന്നു. പാലക്കാട്ട് നിന്ന് പ്രതികളായ ചിറ്റൂർ സ്വദേശി അബൂബക്കർ, ഷാഹുൽ ഹമീദ് എന്നിവരെയും പിടികൂടി. ബാക്കി പ്രതികൾക്കായി അന്വേഷണ സംഘം കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതിനെ തുടർന്നാണ് അബ്ദുൽ ഖാദറിനെ പിടികൂടാനായത്. വെട്ടന്യൂസ് താനൂർ. തിരൂർ ഗൾഫ് മാർക്കറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ആദ്യഘട്ട നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു. തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂട്ടർ, സൈക്കിൾ, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, വൗച്ചർ കാർഡുകൾ എന്നിവയാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനിച്ചത്. ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. 5-5-7-9-9-8 സീരിയൽ നമ്പർ 187399. കെ ടി ഇബ്നുൽ വഫ, നാസർ വെട്ടം, അലി ജപ്പാൻ സ്ക്വയർ, കെ അബ്ദുൽ ഖാദർ, പി അബ്ദുൽ ഗഫൂർ, ഷാജി എന്നിവർ സംസാരിച്ചു. കാറിനു വേണ്ടിയുള്ള ബമ്പർ നറുക്കെടുപ്പ് ഓഗസ്റ്റ് 10 നടത്തും. വെട്ടന്യൂസ് തിരൂർ. തിരൂർ താലൂക്ക് ചരിത്രസഭാ സമ്മേളനം തിരൂർ പ്രൊവിഡൻസ് കോളേജിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു. നർഗീസ് ടീച്ചറുടെ അധ്യക്ഷതയിൽ സംഘടിപ്പിച്ച ചരിത്ര പൊതുസമ്മേളനം താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ ഒഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ്, ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത്, പി കുഞ്ഞിമുസ, സുശീലൻ മാസ്റ്റർ, കേബരം സദാനന്ദൻ, ഷാഫി വട്ടം, കെ ടി മുസ്തഫ, മൊയ്തീൻകുട്ടി സി എം, സുനിൽ പരിയാപുരം, പപ്പു കെ മംഗലം, നൌഫൽ തിരൂർ, മുജീബ് പൊന്നാനി എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.